ആരാധനായിട്ടുള്ള അടൽജി പ്രധാനമന്ത്രിയായ സമയത്ത് അമേരിക്ക പോലെ ജപ്പാൻ പോലെ വളരെ ഉന്നതിയിൽ നിന്നിരുന്ന ഒരു രാജ്യമല്ല. എന്നാൽ അദ്ദേഹത്തിൽ നിന്ന്, നല്ല ഒരു ഭരണകൂടത്തിൽ നിന്ന് അദ്ദേഹത്തെ താഴെയിറക്കാൻ വേണ്ടി ഇന്നത്തെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും അന്നത്തെ ഇന്ത്യയിലെ കോൺഗ്രസും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒന്നാം UPA ഗവൺമെന്റ് ഉണ്ടാക്കി. ഒരു നല്ല സദ്ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് 10 വർഷക്കാലം ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിൽ കാട്ടുകള്ളന്മാരെ ഇരുത്താൻ വേണ്ടി കേരളത്തിലെ പിണറായി വിജയന്റെ പാർട്ടിയും കേന്ദ്രത്തിലെ നമ്മുടെ സോണിയ മാഡത്തിന്റെ പാർട്ടിയും ഒരുമിച്ച് ചേർന്ന് ഇവിടെ നിന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് വാങ്ങി ജയിച്ചു പോയവരും അതുപോലെ തന്നെ CPI-കാരനും എല്ലാവരും ചേർന്ന് അവിടെ ചെന്നപ്പോ രണ്ടു കൂട്ടരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അടൽ ബിഹാരി വാജ്പേയി വരാതിരിക്കാൻ അവരെന്ത് ചെയ്തു? മൻമോഹൻ സിംഗിനെ അധികാരത്തിൽ കൊണ്ടുവന്നു. മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി നല്ല എഴുത്തും വായനയും ഒക്കെ ഉള്ള ആളാണ്. വലിയ മുന്തിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ കാലിനടിയിൽ മണ്ണ് ഒരിക്കൽ പോലും പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു വലിയ ബിരുദധാരിയായിട്ടുള്ള മൻമോഹൻ സിംഗിന് എക്കണോമിക്സിൽ, അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൽ നല്ല ഡിഗ്രികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു പാവ പോലെ ശ്രീമതി സോണിയ പറയുന്ന സ്ഥലത്ത് മാത്രം ഒപ്പിടുകയും സോണിയ മാഡം പറയുന്ന ചർച്ചയ്ക്ക് മാത്രം പോവുകയും ചെയ്തുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വീര്യം കുറഞ്ഞ ഈ രാജ്യത്തിന്റെ കാര്യങ്ങൾ ലോക രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളുമായി സംസാരിക്കാൻ അറിയാത്ത ഒരു പ്രധാനമന്ത്രിയാക്കി ആ പാവ പ്രധാനമന്ത്രിയെ മാറ്റി എന്നുള്ളതാണ്. എന്നാൽ ആ 10 വർഷത്തെ ദുർഭരണത്തിന് കാരണക്കാരായത് അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണത്തെ തുടർന്ന് നല്ലൊരു 10 വർഷം കൂടി ഈ രാജ്യത്തെ ജനതയ്ക്ക് കിട്ടുമായിരുന്നത് ഇല്ലായ്മ ചെയ്തുകൊണ്ട് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും അവർ അങ്ങനെ ഒന്നാം UPA ഗവൺമെന്റിനെ ഉണ്ടാക്കിയപ്പോ കുറെ കാട്ടുകള്ളന്മാര് ചേർന്ന് ലോകരാജ്യങ്ങളിലെ കള്ളന്മാരും കൂടിയിട്ട് അങ്ങനെ വീണ്ടും ഒരു രണ്ടാം UPA ഗവൺമെന്റ് ഉണ്ടായി. പണം വാരിക്കോരി എറിഞ്ഞു. രണ്ടാം UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 10 വർഷം എന്റെയും നിങ്ങളുടെയും നഷ്ടപ്പെട്ടു. ഭൂമിയിൽ അഴിമതി, പാതാളത്തിൽ അഴിമതി, ആകാശത്തും അഴിമതി നടത്തിക്കൊണ്ട് 2G സ്പെക്ട്രം ഉൾപ്പെടെയുള്ള കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെയുള്ള അഴിമതിയുടെ കോമരങ്ങളായിട്ടാണ് ആ രണ്ടാം UPA ഗവൺമെന്റ് മാറിയത്. അത് കഴിഞ്ഞപ്പോഴാണ് രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലായി അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണം എത്രയോ നല്ലതായിരുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതിയും റോഡിൽ വഴിയോരത്ത് താമസിക്കുന്നവരെ മക്കളില്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി അന്നപൂർണ പദ്ധതി കൊണ്ടുവരണമെന്നും അന്ത്യോദയ പദ്ധതി കൊണ്ടുവരണമെന്നും തീരുമാനമെടുത്ത ആളുകളുടെ കുട്ടികൾ, പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിലേക്ക് സർവശിക്ഷ അഭിയാന്റെ രൂപത്തിൽ കോടിക്കണക്കിന് രൂപ കൊടുക്കണമെന്ന് ആഗ്രഹിച്ച ആരാധനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണം എത്ര സുന്ദരമായിരുന്നുവെന്ന് രാജ്യം മനസ്സിലാക്കി. രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനത ആ സമയത്ത് വലിയ സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്തിലെ മുഖ്യമന്ത്രിയെ ഉറ്റുനോക്കി. ആ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയുടെ പേര് ശ്രീമാൻ നരേന്ദ്രമോദി എന്നായിരുന്നു. ഗുജറാത്തിൽ ഒരു വട്ടമല്ല, 2 വട്ടമല്ല ഹാട്രിക് വിജയം നേടിക്കൊണ്ട് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഞങ്ങൾക്ക് ശ്രീമാൻ നരേന്ദ്രമോദിയെ മാത്രം മതി എന്ന് ആ ഗുജറാത്തിലെ ജനത 2 കൈയും പൊക്കി വന്ദേമാതരം വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ മനുഷ്യനെ വേണമെന്ന് പറഞ്ഞപ്പോ ഈ മഹാഭാരതം, നമ്മുടെ രാജ്യം, ഈ രാജ്യത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനത പറഞ്ഞു, ഞങ്ങൾക്ക് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടല്ല നരേന്ദ്രമോദിയെ വേണ്ടത്, നരേന്ദ്രമോദിയെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് വേണമെന്ന് പറഞ്ഞ് നമോ മോദി എന്ന് വിളിച്ച് ആളുകൾ മോദിജിയുടെ പിറകിൽ അണിനിരന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റി യോഗം ചേർന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റി യോഗം ചേർന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർലമെന്ററി ബോർഡ് യോഗം ചേർന്നില്ല. ജനങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾക്ക് നരേന്ദ്രമോദി മതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് തീരുമാനിച്ചപ്പോ ആ മനുഷ്യൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്ന കാഴ്ച ഞാനും നിങ്ങളും കണ്ടു. ഞാനിത് സൂചിപ്പിക്കുന്നത്, ജനങ്ങൾ ഇപ്പൊ ഇന്ന് നമ്മൾ കോളനിയില് SC വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് കുടിവെള്ളം കൊടുത്തുവെങ്കിൽ ആ കുടിവെള്ളം കൊടുത്തതിന് നേതൃത്വം കൊടുത്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരെ ആ മനുഷ്യർ ഹൃദയത്തിൽ വെക്കും. അവര് പറയും, ഞങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ ഭരണമുണ്ടാകണമെന്ന് പറയാൻ ആർജവത്തോടുകൂടി ഈ പ്രദേശത്തെ ജനത തയ്യാറാകും. കാരണം അടിസ്ഥാനപരമായിട്ട് മനുഷ്യർക്ക് വേണ്ടത് അവരുടെ വികസനമാണ്. ആ വികസനത്തിന് വേണ്ടി കൂടെ നിൽക്കുന്നവരെ സ്നേഹിക്കാനും ആരാധിക്കാനും അറിയുന്ന ആളുകൾ തന്നെയാണ്
കേരളത്തിലെ ജനങ്ങളും എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യത്യസ്തതയും അക്കാര്യത്തിൽ ഇല്ല. ഞാൻ പറഞ്ഞു വന്നത്, പിന്നീട് നമ്മുടെ ലോകാരാധനായി മാറിയിട്ടുള്ള ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടല്ലോ, ആ പ്രധാനമന്ത്രി ലോകത്ത് അമേരിക്കയിൽ പോലും സംഭവിച്ചിട്ടില്ല. ഒരാള് അമേരിക്കയുടെ പ്രസിഡന്റ് ആയാൽ 5 കൊല്ലം കഴിഞ്ഞാൽ മാറും, അടുത്ത ആള് പ്രസിഡന്റ് ആവും. അതുപോലെ തന്നെയാണ് എല്ലാ രാജ്യങ്ങളിലും. എന്നാൽ ചരിത്രത്തിന്റെ ഒരു കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസുകാര് ഞങ്ങൾക്ക് നെഹ്റു കുടുംബത്തിൽ നിന്ന് മാത്രം സോണിയ മാഡത്തിന്റെ ആ പഴയ ആളുകളുണ്ടല്ലോ, അവരുടെ കുടുംബത്തിൽ നിന്ന് മാത്രം പ്രധാനമന്ത്രി മതി എന്ന് തീരുമാനമെടുക്കുന്ന കാലത്തല്ലാതെ ഈ ആധുനിക ഭാരതത്തിൽ ഒരിക്കൽ പോലും 2 തവണ ഒരാൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് കടന്നു വന്നിട്ടില്ല. എന്നാൽ അമേരിക്കയിലെ ഹിഡൻബർഗ് വരെ ഇറങ്ങി നരേന്ദ്രമോദിയെ ഭാരത രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് മാറ്റാൻ ഹിഡൻബർഗിനെ പോലെയുള്ള ആളുകൾ, ലോക കോടീശ്വരന്മാർ, അവരിറങ്ങി പണം മുടക്കി. ഇന്ത്യയിലെ മുള്ളും മുരുക്കും മൂർക്കം പാമ്പും ഉൾപ്പെടെയുള്ള NDAയുടെ അപ്പുറത്തു നിൽക്കുന്ന ഇന്ത്യ മുന്നണിക്കാരിൽ പലരും അവരുടെ പണത്തിന്റെ പങ്ക് പറ്റി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ വിജയിച്ചു വന്ന് ശ്രീമാൻ നരേന്ദ്രമോദിയെ സെലക്ട് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു വലിയ ഗൂഢമായിട്ടുള്ള തന്ത്രം ഈ രാജ്യത്ത് ഒരുക്കഴിച്ചിട്ടും നമ്മുടെ മോദിജി തന്നെ 3ാമതും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി. കോവിഡ് വന്നു, ലോകരാജ്യങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാക്സിൻ കൊടുക്കാൻ അദ്ദേഹം തീരുമാനമെടുത്തു. നമുക്കെതിരെ യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്ന പാകിസ്ഥാനോടും പറഞ്ഞു, നിങ്ങളുടെ മനുഷ്യരും ജീവിക്കണം. ആ പാകിസ്ഥാനിലെ മനുഷ്യർക്കും കൊടുത്തു കോവിഡ് വാക്സിൻ. അഫ്ഗാനിസ്ഥാനിലേക്കും കൊടുത്തു, ബംഗ്ലാദേശിലേക്കും കൊടുത്തു, ഭൂട്ടാനിലേക്കും കൊടുത്തു, ബർമയിലേക്കും കൊടുത്തു. വികസിത രാജ്യങ്ങൾക്ക് വരെ ഇന്ത്യയിൽ നിന്ന് കോവിഡ് വാക്സിൻ കൊടുത്തുകൊണ്ട് ലോകത്തിന്റെ പ്രതിനിധിയായി ശ്രീമാൻ നരേന്ദ്രമോദി മാറി. ഇവിടെ നമ്മളൊക്കെ നടന്നു പോകുമ്പോ പോകുന്ന BJPക്കാര് ഹിന്ദുത്വവാദികളാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് മനസ്സിലാവാൻ സാധിച്ചു, ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി കൊണ്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരും ഈ കേരളത്തിലും ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഭാരതീയ ഹിന്ദു പാർട്ടിയല്ല, നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഈ ഭാരതത്തിലെ ജനങ്ങളുടെ പാർട്ടിയാണ്. ആ ഭാരതത്തിലെ ജനങ്ങളുടെ പാർട്ടിയായിട്ടുള്ള നമ്മുടെ BJPയെ, ആ BJPയുടെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ ഒരു MLAയോ ഒരു MPയോ നമുക്കുണ്ടാകുന്നതിന് മുൻപാണ് എന്നേക്കാൾ മുതിർന്ന എത്രയോ ആളുകൾ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ചു ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരാൻ. നമുക്ക് എന്ത് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ ആലോചിച്ചില്ല, ചിന്തിച്ചില്ല. നമുക്ക് എന്ത് നേട്ടമുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിച്ചില്ല. ഒരൊറ്റ ചിന്തയെ നമുക്കുണ്ടായിരുന്നുള്ളൂ, ഇത് ജനനിയാണ്, ഇത് ജന്മഭൂമിയാണ്, ഈ ഭാരതം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും ഹൃദയമാണ് എന്നുള്ള സ്വപ്നത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് മുന്നോട്ട് പോയത്. നമുക്ക് പ്രധാനമന്ത്രി ഉണ്ടായി, നമുക്ക് 16 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരാണ് ഇന്ന് രാജ്യത്തിരിക്കുന്നത്. 4 സംസ്ഥാനങ്ങളിൽ NDAയുടെ മുന്നണിയുടെ നേതൃനിരയിൽപ്പെട്ട ആളുകൾ ഈ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങൾക്ക് 4 സംസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. 20 മുഖ്യമന്ത്രിമാരുള്ള ഒരു വലിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ പാർട്ടിയോടാണ് ആര് മുട്ടുന്നത്? കേരളത്തിലെ KC വേണുഗോപാലിന്റെ പാർട്ടിയും പിണറായി വിജയന്റെ പാർട്ടിയും രഹസ്യമായി ഇന്ത്യ മുന്നണിയായിട്ട് നമ്മളോട് ഏറ്റുമുട്ടുന്നത്. ആ സമയത്താണ് നമ്മോട് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാജി പറഞ്ഞിട്ടുള്ളത്, ഈ കേരളത്തിലും നമുക്ക് മുഖ്യമന്ത്രി വേണം, ഈ കേരളത്തിലും നമുക്ക് ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകണം. ചെങ്കോട്ടയിൽ ആരാധനായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ ആ പദ്ധതി 24 മണിക്കൂറിനുള്ളിൽ അവിടെ സ്വിച്ചിട്ടാൽ കേരളത്തിലും സ്വിച്ചിടുന്ന, ആ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു NDAയുടെ മുഖ്യമന്ത്രി കേരളത്തിലും ഉണ്ടാകണം. അപ്പോൾ മാത്രമേ മനുഷ്യർക്ക് കുടിവെള്ളം കിട്ടൂ, അവരുടെ വികസനം സാധ്യമാകൂ എന്ന് ഈ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ വിശ്വസിക്കുന്ന, ഹോം മിനിസ്റ്റർ വിശ്വസിക്കുന്ന പാർട്ടിയുടെ യോഗങ്ങളിൽ, ദേശീയ നിർവാഹക സമിതി യോഗങ്ങളിൽ നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ, അതിന്റെ തുടർച്ച എന്നുള്ള രീതിയിലാണ് നമ്മൾ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. നമ്മൾ കേരളത്തിൽ മുന്നോട്ട് പോയപ്പോഴോ 20% വോട്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പെട്ടിയിലുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് കിട്ടിയ എത്ര പാർട്ടി കേരളത്തിലുണ്ട്? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്ര ഉയർച്ചയുണ്ടായി? നിങ്ങൾ ഏതെങ്കിലും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ വളർന്നോ? അവര് വളർന്നില്ല, ജയിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് പറയാൻ സാധിക്കും, നമ്മൾ കണ്ണൂരിലും വളർന്നു, നമ്മൾ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ആലപ്പുഴയിലും തൃശൂരിലും
ഭാരതീയ ജനതാ പാർട്ടി നമ്പർ 1 പാർട്ടിയായിട്ട് നമുക്ക് മാറാൻ സാധിച്ചുവെങ്കിൽ അത് കർമ്മധീരരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരുടെ അക്ഷീണമായിട്ടുള്ള പരിശ്രമം കൊണ്ടാണ്. ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടാൽ മതി എന്നാണ് സുരേഷ് ഗോപിയോട് പറഞ്ഞത്. എന്നാൽ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച നമ്മുടെ മന്ത്രി, നമ്മുടെ കേന്ദ്രമന്ത്രി, നാട്ടുകാരുടെ മന്ത്രി, അദ്ദേഹം മിനിസ്റ്ററായി അദ്ദേഹത്തിന് അവരോധിതനാക്കിയപ്പോ വീട്ടിലിരുന്ന എന്നാൽ മൈനോറിറ്റി വിഭാഗത്തിലെ അതിപ്രഗത്ഭനായിട്ടുള്ള ശ്രീമാൻ ജോർജ് കുര്യനെ ക്ഷണിച്ചു വരുത്തി ഡൽഹിയിലേക്ക് അദ്ദേഹത്തിനെയും ഒരു മന്ത്രിസ്ഥാനം കൊടുത്തു. അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം ചെറുതാണോ? അദ്ദേഹം എത്രയോ നന്നായി കാര്യങ്ങൾ ചെയ്യുകയാണ്. 1860 കോടി രൂപ ദേശീയ തലത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് കേരളത്തിലെ ഫിഷറീസ് മേഖലയ്ക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ മന്ത്രിയെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം തന്നെ തൃശൂർ പേരൂരിന്റെ മണ്ണിൽ പറഞ്ഞു, ഞാൻ റെയിൽവേ സ്റ്റേഷനെ ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് ഉയർത്തും, വ്യോമയാന മേഖലകളിൽ കാണുന്നത് പോലെയുള്ള അതിനൂതന സൗകര്യങ്ങൾ ഞാൻ തൃശൂരിൽ ഉണ്ടാക്കും. എന്നാൽ പദ്ധതികൾക്ക് കോടികൾ വാങ്ങിക്കൊണ്ടുവന്ന് ആ കോടികൾ ജനങ്ങളിലേക്ക് കൊടുക്കാൻ പറയാൻ മാത്രമേ കേന്ദ്രമന്ത്രിക്ക് സാധിക്കൂ. കേന്ദ്രമന്ത്രി പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കണമെങ്കിൽ MLA-മാർ വേണം. വേണ്ടേ? കേരളത്തിൽ MLA-മാരുണ്ടോ? കേരള നിയമസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് MLA-മാരില്ലാതായി പോയത് കഴിവുള്ളവർ മത്സരിക്കാത്തത് കൊണ്ടല്ല. കഴിവുള്ളവർ മത്സരിക്കുകയും കഴിവുള്ളവരെ 2ാം സ്ഥാനത്ത് നിർത്തുകയും ചെയ്തു. ഇവിടുത്തെ കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പാലക്കാട് തോൽപ്പിച്ചു, കഴക്കൂട്ടത്ത് തോൽപ്പിച്ചു, മഞ്ചേശ്വരത്ത് തോൽപ്പിച്ചു, നേമത്ത് തോൽപ്പിച്ചു, വട്ടിയൂർക്കാവിൽ തോൽപ്പിച്ചു, മലമ്പുഴയിൽ തോൽപ്പിച്ചു. 7 പേരെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് വന്നു. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങളെ 2ാം സ്ഥാനത്താക്കിയപ്പോ കേരള നിയമസഭയിൽ കുറെ കള്ളന്മാർ കയറി കൂടി. ഇന്ന് എന്താ നടക്കുന്നത്? ഇന്ന് കേരളത്തിൽ ഭരണകൂടത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നല്ല പ്രസംഗം നടത്തും, എന്നാൽ നിയമപരമായ ഒരു കാര്യത്തിലും ഇടപെടാത്ത ഒരു പ്രതിപക്ഷം. പിണറായി വിജയൻ ആജീവനാന്തകാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രതിപക്ഷം, അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അവർക്ക് പറയാൻ സാധിക്കുന്നില്ല, അവർക്ക് ഇവിടത്തെ നെറുകേടിനെ കുറിച്ച് ചോദ്യം ചെയ്യാൻ സാധിക്കുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ, അതിദാരിദ്ര്യത്തിൽ നിന്ന് കേരളം വിമുക്തമായി എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിൽ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കൊടുക്കുന്ന പിണറായി വിജയന്റെ പാറപ്പുറത്തും പാവപ്പെട്ടവൻ ജീവിക്കുകയാണ്. ഒരു നേരത്തെ ഗതിയില്ലാതെ, ഭക്ഷണത്തിന് ഗതിയില്ലാതെ സൗജന്യമായി കൊടുക്കുന്ന ധാന്യം വാങ്ങുന്നവരാരാണ്? നോക്കാൻ മക്കളില്ലാത്തവരാണ്, സാധാരണക്കാരനാണ്. അവരൊന്നുമില്ലാതെ ദരിദ്രന്മാരുടെ പട്ടികയിൽ കിടക്കുമ്പോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് പിണറായി വിജയൻ. എന്താ പ്രഖ്യാപനം? ഇവിടെ ആരും ദരിദ്രന്മാരില്ല. പിണറായി വിജയൻ മാറോല കൊടുത്താൽ ദാരിദ്ര്യം മാറുമോ? ഇല്ല. പക്ഷേ ഇവിടെ ദരിദ്രന്മാരുടെ കണക്ക് പറയാൻ ഒരു ദിവസം പത്രസമ്മേളനം വിളിച്ചു കഴിഞ്ഞാൽ കേരള നിയമസഭയില് മുട്ടിലിഴയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം കൊണ്ടാണ് ആരാധനായ നരേന്ദ്രമോദി കൊടുത്തതിന്റെ കണക്ക് ചോദിക്കാൻ പറ്റാത്തത്. ആരാ അരി കൊടുക്കുന്നത്? ആരാ ഇത്? കിറ്റ്. ഇവിടെ കിറ്റ് കൊടുക്കുന്നുണ്ട്, പാവപ്പെട്ടവനെ നോക്കുന്നുണ്ട്. ഇവിടുത്തെ പൊതുവിതരണ മേഖലയിൽ നിന്ന് അരി കിട്ടുന്നുണ്ട്, ഗോതമ്പ് കിട്ടുന്നുണ്ട്. കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണ്. കിറ്റിനുള്ള ഒരു തുണി കുടുംബശ്രീയിൽ അമ്മമാരെ കൊണ്ട് തയ്പ്പിച്ചെടുക്കാൻ പോലും സാധിക്കാത്ത ഈ പിണറായി വിജയന്റെ ആളുകൾ തമിഴ്നാട്ടിൽ പോയിട്ട് തുണി വാങ്ങിക്കൊണ്ടുവന്ന് ആ സഞ്ചിയിൽ നരേന്ദ്രമോദി കൊടുക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ കൊടുത്ത് പാവപ്പെട്ടവൻ അവന്റെ വീട്ടിൽ കൊണ്ടുപോയി കഞ്ഞി വെച്ച് കുടിച്ചിട്ട് കേരളത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയാൻ നാണവും മാനവുമില്ലാത്ത ഒരു തീവട്ടിക്കൊള്ളക്കാരനാണ് ഈ കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളത് ഓരോ വീടുകളിലും കയറിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും പറയണം. എന്നിട്ട് ചോദിക്കണം, എവിടെ പോയി കേരളത്തിലെ അമ്പലങ്ങളിലെ സ്വത്ത്? എന്തിനാണ് അമ്പലത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ, ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ശബരിമലയിൽ മാത്രമല്ല കളവ് നടന്നിട്ടുള്ളത്? 51 മഹാക്ഷേത്രങ്ങൾ പരിശോധിക്കപ്പെടണം. 51 മഹാക്ഷേത്രങ്ങളിലെയും സ്വർണവും വെള്ളിയും കാണിക്കയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനാണ് ദേശീയ ഏജൻസി വരണം എന്ന് ആവശ്യപ്പെട്ടത്. എന്തേ ഒരു പ്രതിപക്ഷ നേതാവ് മിണ്ടിയാൽ കേസ് കൊടുക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല എന്തേ ഹൈക്കോടതിയെ സമീപിക്കാത്തത്? ക്ഷേത്രങ്ങളിലെ ആഭരണം നഷ്ടപ്പെട്ടതിന്, ക്ഷേത്രങ്ങളിലെ സ്വർണം നഷ്ടപ്പെട്ടതിന് നിങ്ങൾ പദയാത്ര നടത്തിയല്ലോ. നിങ്ങൾക്കറിയില്ലേ, CBI വരണമെങ്കിൽ കോടതിയിൽ പോകണം. ആര് പോകണം? ഒന്നുകിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷവും ചേർന്ന് തീരുമാനമെടുക്കണം.
CBI വിളിച്ചു വരുത്തണം, അതല്ലെങ്കിൽ കോടതി ആവശ്യപ്പെടണം. എന്തേ ഇവിടെ നിന്ന് അങ്ങോട്ട് പദയാത്ര നടത്താൻ തീരുമാനിച്ച ഈ കിങ്ങിണിക്കുട്ടന്മാർ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഏതെങ്കിലും ഒരുത്തൻ കേരള ഹൈക്കോടതിയിൽ നിങ്ങൾ കേസ് ഫയൽ ചെയ്യാത്തതെന്താ? കാരണം നിങ്ങൾ ചക്കിയും ചങ്കരനും കളിക്കുകയാണ്. നിങ്ങൾ ഒന്നാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് സോണിയ മാഡം വിളിച്ചു പറയും. ആരോട്? KC വേണുഗോപാലിനോട്. വേണുഗോപാലെ, പിണറായി വിജയനെ തട്ടിയും മുട്ടിയും ഒക്കെ നിന്നാ മതി. കാരണം നമ്മൾ ദേശീയ തലത്തിൽ ഒന്നാണ്. അപ്പുറത്ത് സ്റ്റാലിനുണ്ട് തമിഴ്നാട്ടില്. സ്റ്റാലിന് ചെറിയൊരു മര്യാദയുണ്ട്. എന്താണെന്നറിയുമോ? സ്റ്റാലിന്റെ ഉറയിലിട്ട വാള് ഊരി കൊടുക്കാൻ വേണ്ടി പോയ ആളാണ് നമ്മുടെ പിണറായി വിജയൻ, അല്ലെ? പക്ഷെ സ്റ്റാലിൻ അവിടെ ആപ്പിൾ ഫോണിന്റെ കമ്പനി തുടങ്ങുന്നു, അവിടെ ടെക്നോളജി വികസിപ്പിക്കുന്നു, അവിടെ നരേന്ദ്രമോദിയുടെ എല്ലാ വകുപ്പുകളിൽ നിന്നും പണം കൊണ്ടുവരുന്നു, അവിടെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നു. വിഴിഞ്ഞം പോർട്ട് കേരളത്തിൽ കൊണ്ടുവന്ന വലിയ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക മുന്നേറ്റത്തിന് സാധ്യതയുള്ള ആ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ സൗജന്യമായിട്ട് ഏക്കർ കണക്കിന് ഭൂമി കൊടുക്കാമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറഞ്ഞിട്ട് 10 ഏക്കർ സ്ഥലം പോലും ഏറ്റെടുക്കാൻ സാധിക്കാത്ത പിണറായി വിജയൻ കേരളത്തിൽ നോക്കുകുത്തിയായിരിക്കുമ്പോ സ്റ്റാലിൻ 2000 ഏക്കർ അക്വയർ ചെയ്തുകൊണ്ട് അവിടെ വരുന്ന ലോകോത്തര കപ്പലുകളിൽ നിന്ന്, ആ കപ്പലുകളിൽ നിന്നുള്ള സാങ്കേതിക സംവിധാനത്തെയും ചരക്ക് നീക്കത്തിനും വേണ്ടി തമിഴ്നാടിന് ഉപയോഗപ്പെടുത്താൻ പോകുന്നുവെന്നുള്ള ദുഃഖകരമായിട്ടുള്ള വാർത്ത. നമുക്ക് ദുഃഖമാണത്. രാജ്യത്തിന് നേട്ടമുണ്ട്, തമിഴ്നാട്ടിലെ സ്റ്റാലിന് നേട്ടമുണ്ട്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയ അന്താരാഷ്ട്ര നിലവാരമുള്ള ആ വിഴിഞ്ഞം പോർട്ടിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ, ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ള സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത, സ്വർണത്തോട് മാത്രം ഭ്രാന്തുള്ള, ബിരിയാണി ചെമ്പൽ സ്വർണം ഇറക്കാൻ സ്വപ്ന സുരേഷിനെ കൂട്ടുപിടിച്ച, ഈത്തപ്പഴത്തിന്റെ കുരു മാറ്റിയിട്ട് അവരെ സ്വർണ്ണക്കുരു വെച്ച് സ്വർണമിറക്കാൻ വേണ്ടി മലപ്പുറത്തെ മുൻമന്ത്രി ജലീലിനെ കൂട്ടുപിടിച്ച, അത് കഴിഞ്ഞപ്പോ സകല ക്ഷേത്രങ്ങളിലെയും സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് കടകംപള്ളി സുരേന്ദ്രനെയും ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനെയും കൂട്ടുപിടിച്ച ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധാരണക്കാരനെ കുറിച്ച് ഒരു ചിന്തയുമില്ല എന്നുള്ളതാണ്. ഇപ്പോ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എത്ര നാള് കിട്ടും? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒരു 3 മാസക്കാലം കിട്ടും. കഴിഞ്ഞാൽ ഉടൻ 1 മാസവും കിട്ടും. അത് കഴിഞ്ഞാൽ നിർത്തും. പാവപ്പെട്ടവനെ പറ്റിച്ചുകൊണ്ട് അവർക്ക് പെൻഷൻ കൂട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞ് സാധാരണക്കാരനെ കബളിപ്പിക്കുന്ന ഈ കേരളത്തിന്റെ ഈ മുഖ്യമന്ത്രിയും ഇവിടുത്തെ പ്രതിപക്ഷത്തിനും ബദലായിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ നിന്ന് താമരപ്പൂക്കൾ വിജയിപ്പിച്ചെടുത്തുകൊണ്ട് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ശ്രീമാൻ സുരേഷ് ഗോപിയുടെ നാട്ടിൽ നിന്ന് കുറെ ആളുകൾ MLA-മാരായി കേരളം നിയമസഭയ്ക്കകത്ത് വരാൻ പോകുന്ന നാളുകളിൽ ഉണ്ടാകുമെന്നുള്ളതിന്റെ ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് വാർഡുകളിൽ മെമ്പർ ഓഫ് പഞ്ചായത്ത്, ആരെ ഒരു പാർലമെന്റേറിയനെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഒരു മെമ്പർ. ആ മെമ്പറുടെ പണി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിൽ 18 മണിക്കൂറും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ടുള്ള വാർഡ് തല മെമ്പർമാരെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ട് നമ്മൾ മാറണം. എല്ലാ ജനങ്ങളോടും 300ഓളം പദ്ധതികൾ നരേന്ദ്രമോദി നടപ്പിലാക്കിയത് അവരുടെ വീടുകളിലേക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കണം. അവരുടെ വീട്ടിൽ ഒരു കുഞ്ഞു കുട്ടി ജനിച്ചാൽ സുകന്യാ സമൃദ്ധി പദ്ധതി കിട്ടിയോ ചോദിക്കണം. ഒരു മനുഷ്യൻ സാധാരണ രീതിയിൽ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് 4 ലക്ഷം രൂപ കിട്ടുന്ന ഇൻഷുറൻസ് പദ്ധതിയിൽ 3 ഇൻഷുറൻസ് പദ്ധതികൾ ചേർന്ന് അംഗമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയിട്ടുള്ള പദ്ധതികളിൽ നമ്മുടെ കുട്ടികൾ പണിയെടുക്കുന്നുണ്ടോ അന്വേഷിക്കണം. കൊച്ചിൻ ഷിപ്പ്യാർഡിനകത്ത് ലോകോത്തര നിലവാരത്തിൽ കപ്പൽ നിർമ്മിക്കുകയാണ് നമ്മുടെ കുട്ടികൾ. ആ കപ്പലിന് വില പറയാൻ വേണ്ടി അമേരിക്കയും ജപ്പാനും വരികയാണ്. പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ വലിയ വലിയ ആളുകൾ കാത്തു നിൽക്കുകയാണ്. മോദി അധികാരത്തിൽ വരുമ്പോൾ 10 രാജ്യങ്ങൾ സാമ്പത്തികമായി നമ്മളെക്കാൾ മുന്നിലായിരുന്നു. നമ്മള് 11ാമനായിരുന്നു. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയുടെ വളർച്ചാ നിരക്ക് നമ്മൾ 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. ബാക്കി എല്ലാവരും പിന്തള്ളപ്പെട്ടു കഴിഞ്ഞു. ഇനിയും നരേന്ദ്രമോദിയുടെ അധികാരത്തിൽ ഈ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഭരണകൂടം ഈ രാജ്യത്ത് ആവർത്തിക്കപ്പെടുമ്പോ
നമ്മൾ അമേരിക്കയോടും ജപ്പാനോടും കിടപിടിക്കുമെന്നുള്ളത് ലോകത്തിന്റെ ഏറ്റവും വലിയ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ സമയത്താണ് G20യുടെ ഭാഗമായി ക്യാപ്റ്റൻ സ്ഥാനമേറ്റെടുത്തുകൊണ്ട് നമ്മുടെ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ടാണ് ഇരിങ്ങാലക്കുടയിൽ ഈ തൃശൂർ ജില്ലയുടെ അധ്യക്ഷനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകുമാർജി അദ്ദേഹത്തിന് ഈ ചുമതലാബോധത്തിൽ അല്ലെങ്കിൽ ചുമതലയിൽ എത്താൻ സാധിച്ചത്. ആൾക്കൊരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉൾപ്പെടെയുള്ള എത്രയോ ആളുകൾ ആവശ്യപ്പെട്ടിട്ടാണ് ശ്രീകുമാർജി ആ കസേരയിൽ കയറിയിരുന്നത്. നമുക്ക് ആവശ്യമുണ്ട് ശ്രീകുമാർജിയെ. കാരണം എന്താണ്? ഒരു പാവപ്പെട്ടവൻ ഒരു ബുദ്ധിമുട്ട് വന്നാൽ, സാധാരണക്കാരന് ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അത് വീട്ടിലെ സഹോദരനെ പോലെ ചെയ്തു തീർക്കാൻ തന്റെ ഇടമുള്ള, എതിർഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കത്തിയും കടാറയും കാണിച്ച് ഭീഷണിപ്പെടുത്തിയാൽ അവനെതിരെ അങ്ങനെ നട്ടലും നിവർത്തി നിൽക്കാൻ തന്റെ ഇടമുള്ള ഒരാളെ ഈ ശ്രീകുമാർജിയെ നമ്മൾ ഈ കസേരയിൽ ഇരുത്തിയിട്ടുള്ളത്, അദ്ദേഹത്തോട് ഇരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെ നിരവധിയായിട്ടുള്ള ജനപ്രതിനിധികളെ സൃഷ്ടിക്കാനും MLA-മാരെ സൃഷ്ടിക്കാനും അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് സാധ്യമാകും എന്നുള്ളത് കൊണ്ടാണ്. അതെങ്ങനെ സാധ്യമാകും? നിങ്ങളാണ് സേനാപതികൾ, നിങ്ങളാണ് ശ്രീകുമാർജിയുടെ സേനാപതികൾ. സേനാപതി ശക്തനാണെങ്കിൽ രാജാവ് യുദ്ധത്തിൽ ജയിക്കും. സേനാപതി ശക്തനാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരവസരമാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ തൃശൂർ ജില്ലയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ആ ശക്തി പ്രകടനം കണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇതുപോലൊരു മൈക്കിൽ സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം പങ്കുവെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിടയിൽ ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മാറാത്തത് മാറും എന്നാണ് നമ്മുടെ ആരാധനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള മുദ്രാവാക്യം. മാറാത്തത് കേരളത്തിലെ മനുഷ്യരുടെ മനസ്സല്ല, മാറാത്തത് ഇവിടത്തെ അഴിമതിക്കാരായിട്ടുള്ള മനുഷ്യരുടെ പ്രവർത്തനമാണ്. അത് മാറ്റാനാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളുള്ളത്. ഇപ്പൊ നമ്മൾ കേട്ടില്ലേ, ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞു റിപ്പോർട്ടർ ചാനൽ വെക്കണ്ട, അത് കാണണ്ട, അത് കള്ളന്റെ ചാനലാണ്. ഞാൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞപ്പോ കേരളത്തിലെ പലരും അതൊരു വെല്ലുവിളിയോടുകൂടിയാണ് സ്വീകരിച്ചത്. ഞാൻ എന്റെ സുപ്രീം കോടതിയായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ മുന്നില് ഒരു കത്ത് കൊടുത്തു. ആ കത്ത് കൊടുത്തപ്പോ കേവലം ഒരു കൊല്ലം കഴിഞ്ഞില്ല, അതിനു മുൻപ് ആൻഡോ വെറും കള്ളനല്ല ആനക്കള്ളനാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി പോയി. മെസ്സിക്ക് ഇംഗ്ലീഷ് അറിയില്ല, മെസ്സി ഹിന്ദി സംസാരിക്കില്ല, മെസ്സി സ്പാനിഷ് ഭാഷ മാത്രമേ സംസാരിക്കൂ. ആ മെസ്സിയുമായിട്ട് സംസാരിക്കാതെ മെസ്സിയുമായിട്ട് ഡിസ്കഷൻ നടത്തി എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ട കോടിക്കണക്കിന് രൂപ വിലയുള്ള അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്താൻ സാധിക്കുന്ന സ്റ്റേഡിയം അത് ആൻഡോയ്ക്ക് പതിച്ചു കൊടുക്കുക. പിന്നെ അയ്യപ്പന്റെ സ്വർണം അത് മുരാരി ബാബുവിന് പതിച്ചു കൊടുക്കുക. അങ്ങനെ കള്ളന്മാരുടെ കൂട്ടിയിരിപ്പുകാരായിട്ട് ഇവിടുത്തെ കോടീശ്വരന്മാര് മാറുമ്പോൾ നമ്മൾ തീരുമാനമെടുക്കേണ്ടത് ബഹിഷ്കരിക്കേണ്ടവരെ ബഹിഷ്കരിക്കണം. സംസ്ഥാന അധ്യക്ഷനോട് ചൊറിഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ ആരാണ്? പഴയ BPL കമ്പനിയുടെ മുതലാളിയാണ്. ടാറ്റയ്ക്കും ബിർളയ്ക്കും അദാനിക്കും ഈ രാജ്യത്തെ ബിസിനസ് നടത്താമെങ്കിൽ നമ്മുടെ സംസ്ഥാന അധ്യക്ഷന് ബിസിനസ് നടത്താം. അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത കഥകൾ പറഞ്ഞപ്പോ അദ്ദേഹം 100 കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ സൂചന നൽകിയത് ഈ നാട്ടിൽ ഒരു വിഭാഗം വരുന്ന മാധ്യമങ്ങൾ നമുക്കെതിരാണ്. അതുകൊണ്ട് നിങ്ങളാണ് മാധ്യമങ്ങളുടെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത്. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ നോട്ടീസുകൾ, ലഘുലേഖകൾ അത് വീടുകൾക്കകത്തേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് മാളയിൽ ഒരു വലിയ മാറ്റത്തിന് നേതൃത്വം കൊടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ കണ്ടതിനും എനിക്കിവിടെ നൽകിയ സ്വീകരണത്തിനും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അവിടെ കുടിവെള്ള പദ്ധതി കൊടുത്തത് മിസ്റ്റർ വിപിനാണ്. ശ്രീകുമാർജി ആവശ്യപ്പെട്ടു, അഭ്യർത്ഥിച്ചു. വിപിൻ അതിന് തയ്യാറായി. വിപിൻ ജില്ലയുടെ നേതാവാണ്. അപ്പൊ വിപിന് അത് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്, വിപിന് പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്, ജൽനിധി പദ്ധതി രാജ്യം മുഴുവൻ കാട്ടുകള്ളനായിട്ടുള്ള ലല്ലുവിന്റെ നാട്ടിൽ പോലും, ബീഹാറിൽ പോലും 96% ജൽനിധി പദ്ധതിയുടെ ഫണ്ടും വാങ്ങി അവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ പരിശ്രമിക്കുമ്പോ കേരളത്തിലെ പിണറായി വിജയനും ഇവിടത്തെ കോൺഗ്രസുകാരും കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് 56% നാട്ടിലേക്ക് മാത്രമാണ്
കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. ബാക്കി പണമെല്ലാം ലാപ്സാക്കി കളഞ്ഞ ഒരു കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കാർക്ക് ഒട്ടേറെ കഷ്ടപ്പെടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്നാൽ അതൊരു ദൗത്യമായിട്ട് ഏറ്റെടുക്കുക. ഇതെല്ലാം തന്നെ ബിബിനെ പോലെയുള്ള ആളുകൾക്ക് ഞങ്ങൾ തിരിച്ചു തരുന്നുണ്ട്. കാരണം ഡബിൾ എഞ്ചിൻ സർക്കാരിനെ ഉണ്ടാക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾക്ക് ബാധ്യതയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ വേദിയിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുന്നത്. എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി, നമസ്കാരം. വന്ദേ മാതരം. യോഗം പെട്ടെന്ന് അവസാനിക്കും.